നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനകീയനായ മഹായിടയന് യാത്രാമൊഴിയേകി ലോകം. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ പാപ്പായ്ക്ക് അന്ത്യവിശ്രമം. പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കണ്ണുനീരോടെയും ആദരവോടെയും വിട നൽകി ലോകം. ചാവക്കാട് മുനക്കക്കട വഴിമുഖത്ത് അനധികൃത മണലെടുപ്പിന് നീക്കമെന്ന ആക്ഷേപം. മുനക്കക്കട ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. സെക്രട്ടറിയുടെ വ്യാജ ഒപ്പിട്ട് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാൻ ധൈര്യം കാണിച്ച പ്രസിഡന്റ്. നാളെ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം വിറ്റ് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ആരും അതിശയിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറുൺ റഷീദ്. UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം സമാപിച്ചു. വാർത്തകൾ വിശദമായി. മഹായിടയന് ലോകത്തിന്റെ യാത്രാമൊഴി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിന്റെ യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ റോമിലെ മേരി മജോറോ ബസിലിക്കയിൽ പൂർത്തിയായി. വിവിധ രാഷ്ട്രതലവന്മാരടക്കം 2.5 ലക്ഷത്തോളം പേരാണ് പോപ്പിന് വിട ചൊല്ലാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിയത്. കനിവിന്റെയും ആർദ്രതയുടെയും ആൾരൂപമായ ഇടയശ്രേഷ്ഠന് വികാരനിർഭരമായ യാത്രയപ്പാണ് ലോകം നൽകിയത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ തടിച്ചുകൂടിയത് പതിനായിരങ്ങളായിരുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഭൗതിക ശരീരം ചതുരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തിലേക്ക് എത്തിച്ചതോടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. മുഖ്യ കാർമ്മികനായത് കർദിനാൾ തിരുസംഘത്തിൻ്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റെറയാണ്. ആടുകളുടെ മണമുണ്ടായിരുന്ന ഇടയൻ്റെ ഹൃദയത്തോട് ചേർന്ന് വചനഭാഗങ്ങൾ ചതുരത്തിൽ മുഴങ്ങി. ട്രംപും സെലൻസ്കിയും മക്രോണും അടക്കം ലോക നേതാക്കൾക്ക് മുൻപിൽ മടക്കയാത്രയിലും സമാധാനാഹ്വാനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിലകൊണ്ടു. മതിലുകൾ ഇല്ലാതാക്കാനും പാലങ്ങൾ നിർമ്മിക്കുവാനും ലോകത്തിന് ആഹ്വാനം നൽകിയ പോപ്പിനെ അനുസ്മരിച്ച് ബാറ്റിസ്റ്റെറയുടെ ധ്യാന പ്രസംഗത്തിന് വൻ കരഘോഷത്തോടെ വിശ്വാസികൾ പ്രതികരണം അറിയിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മലങ്കര കത്തോലിക്ക സഭയുടെ കാതോലിക്ക ബാവ കർദിനാൾ ക്ലിമ്മിസും അടക്കം 23 വ്യക്തിസഭകളുടെ തലവന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ദിവ്യബലിക്ക് പിന്നാലെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് പാപ്പ മൊബൈലിൽ വത്തിക്കാന് പുറത്തേക്കും കൊണ്ടുപോയി. മാർപ്പാപ്പയുടെ മഹോന്നത പദവിയിലും സാധാരണക്കാരനായി ജീവിച്ച പോപ്പിന്റെ വിലാപയാത്രയും ലളിതമായി. ചരിത്രമുറങ്ങുന്ന റോമിന്റെ നഗരവീതിയിലൂടെ വിശ്വാസികളെ അഭിവാദ്യം ചെയ്തിരുന്ന അതേ വാഹനത്തിൽ അവസാന യാത്ര. കൊളോസിയമടക്കം ചരിത്ര സ്മാരകങ്ങളുടെ ഇരുവശങ്ങളിലും നിറകണ്ണുകളോടെ പ്രിയ പിതാവിന് യാത്രാമൊഴിയേകി ജനം കാത്തുനിന്നു. ഒടുവിൽ അമ്മയുടെ അരികിൽ ഓരോ അപ്പോസ്തലിക യാത്രയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും പ്രാർത്ഥനാനിരതനായി നിന്ന സെന്റ് മേരി മജോറി ബസിലിക്കയിലേക്ക് നിശ്ചലനായി ഫ്രാൻസിസ് മാർപ്പാപ്പയെത്തി. പടവുകളിൽ വെള്ളപ്പൂക്കളുമായി ദരിദ്രരും അശരണരും തടവുകാരുമായ 40 പേർ കാത്തുനിന്നു. ഒടുവിൽ മാർപ്പാപ്പ തന്നെ നിശ്ചയിച്ച സ്ഥലത്ത് അലങ്കാരങ്ങളെല്ലാം ഒഴിവാക്കി ഫ്രാൻസിസ്ക് എന്ന് മാത്രം ആലേഖനം ചെയ്ത കല്ലറയിൽ നിത്യനിദ്ര. ഇനി കരുണയുടെ മഹായിടയന്റെ പിൻഗാമിയെ കണ്ടെത്തുന്ന കോൺക്ലേവിനായി ലോകത്തിന്റെ കാത്തിരിപ്പ് തുടങ്ങുന്നു. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. തൻ്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന MGS കേരളത്തിൻ്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയാണ്. ചേര രാജാക്കന്മാരെക്കുറിച്ചുള്ള ആധികാരികമായ പഠനം MGS ആണ് നടത്തിയത്. ഈ പഠനത്തിനു ശേഷമാണ് പെരുമാൾ ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത്. ചരിത്രരംഗത്തും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്നു MGS. ശില താമ്ര ലിഖിതങ്ങൾ കണ്ടെത്തിയായിരുന്നു MGSന്റെ ഗവേഷണം. കേരള ചരിത്ര ഗവേഷണത്തിൽ മികവ് തെളിയിച്ചു. അന്തർദേശീയ ശ്രദ്ധ നേടിയ ഒട്ടേറെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടനിലെയും റഷ്യയിലെയും സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1932 ഓഗസ്റ്റ് 20 പൊന്നാനിയിലായിരുന്നു മുറ്റയിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്ന MGSന്റെ ജനനം. ധനശാസ്ത്രത്തിൽ ബിരുദവും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും നേടി. 1954 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ ചരിത്രാധ്യാപകനായി. 1964 മുതൽ കേരള സർവകലാശാലയുടെ കോഴിക്കോട് കേന്ദ്രത്തിലും 1968 മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ചരിത്ര വിഭാഗം അധ്യാപകനായി. 1973 കേരള സർവകലാശാലയിൽ നിന്നും PhD നേടി.
1974 മുതൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് കമ്മിറ്റി അംഗമായി. ചരിത്ര വിഭാഗം തലവനായി 1992 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും വിരമിച്ചു. നിരവധി സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ മെമ്പർ സെക്രട്ടറിയായിരുന്നു. 2004-2005 കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ആർക്കൈവ്സ് സാങ്കേതിക ഉപദേശക സമിതി ചെയർമാനായി. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളുടെ എഡിറ്ററായിരുന്നു. ജാലകങ്ങൾ എന്ന പേരിൽ MGSന്റെ ആത്മകഥ 2018 കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ചു. കോഴിക്കോടിന്റെ കഥ, കളരിപ്പയറ്റ് നിഘണ്ടു, കവിത, കമ്മ്യൂണിസം, വർഗീയത, MGSന്റെ ചിന്തകൾ, കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ, ചരിത്രം, വ്യവഹാരം, കേരളവും ഭാരതവും എന്നിവയാണ് പ്രധാന കൃതികൾ. പ്രേമലത ഭാര്യയും വിജയകുമാർ, വിനയ എന്നിവർ മക്കളുമാണ്. കടങ്ങോട് സ്വാമിപ്പടി ഗ്രാമ്യ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. എരുമപ്പെട്ടി SI ജോണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമ്യ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഫായിസ് അധ്യക്ഷനായി. CPM സ്വാമിപ്പടി ബ്രാഞ്ച് സെക്രട്ടറി MG ജയന്തൻ, ലിഗിൻ, സനിൽ, ശ്യാംകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ബോധവൽക്കരണവും പ്രതിജ്ഞയെടുക്കലും നടന്നു. സെക്രട്ടറിയുടെ വ്യാജ ഒപ്പിട്ട് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാൻ ധൈര്യം കാണിച്ച പ്രസിഡന്റ് നാളെ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം വിറ്റ് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ആരും അതിശയിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറൂൺ റഷീദ് പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വ്യാജ വക്കാലത്ത് തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യുക, തെരുവിളക്ക് റിപ്പയറിംഗ് ടെൻഡറിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, തെരുവിളക്ക് പ്രകാശിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരുവ് വിളക്കുകളുടെ മെയിന്റനൻസിൽ കൂടുതൽ തുക രേഖപ്പെടുത്തിയ ആൾക്ക് കരാർ ഉറപ്പിച്ചതുവഴി പാർട്ടി നിർദ്ദേശം നടപ്പിലാക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത്. പ്രതിപക്ഷാംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിയും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും ഭരണപക്ഷം മുന്നോട്ടു പോകുകയായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ഓഫീസിൽ നിന്നും കൂടുതൽ തുക കോഡ് ചെയ്ത വ്യക്തിക്ക് നൽകിയ കരാർ റദ്ദ് ചെയ്യാൻ നിർദ്ദേശിച്ചത് ഭരണക്കാരുടെ അഴിമതി വ്യക്തമായതിനാലാണെന്നും ഹാറൂൺ റഷീദ് കൂട്ടിച്ചേർത്തു. നാളെ ഈ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം വിറ്റ് കാശ് മേടിച്ചു എന്ന് പറഞ്ഞാൽ ആരും അതിശയിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 2 പേര് ടെൻഡർ വെക്കുകയും അതിലെ ലോവർ ടെൻഡർ ഉള്ള ആൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് പകരം പാർട്ടിയുടെ നിർദ്ദേശം അപ്പാടെ സ്വീകരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൂടുതൽ സംഖ്യയ്ക്ക് ടെൻഡർ വെച്ച ആൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും ഗവൺമെന്റിന് സമർപ്പിക്കുകയും ആ ഗവൺമെന്റ് ഇവരുടെ തീരുമാനത്തെ റദ്ദ് ചെയ്യാനും ലോവസ്റ്റ് ടെൻഡറുകാരന് കൊടുക്കാനും തീരുമാനിക്കുകയാണ്. UDF പഞ്ചായത്ത് ചെയർമാൻ RM ബഷീർ അധ്യക്ഷനായി. ഏകദിന ഉപവാസമനുഷ്ഠിച്ച ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളായ ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നജ്ല സിറാജുദ്ദീൻ എന്നിവർക്ക് ഹാറൂൺ റഷീദ്, CC ശ്രീകുമാർ, PRN നമ്പീശൻ എന്നിവർ നാരങ്ങ നീര് നൽകി. CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PA സാദിഖ്, പഞ്ചായത്ത് സെക്രട്ടറി VM മുസ്തഫ, കോൺഗ്രസ് നേതാക്കളായ P മാധവൻ, TO സെബി, I വേണുഗോപാൽ, UP ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക മലേറിയ ദിനാചരണം സംഘടിപ്പിച്ചു. മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ യുവതാര കൾച്ചറൽ വെൽഫെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ബോധവൽക്കരണത്തിൽ കൊതുകുജന്യ രോഗങ്ങൾ, വ്യത്യസ്ത ഇനം കൊതുകുകളെക്കുറിച്ചുള്ള പഠനം, സമഗ്ര ആരോഗ്യ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, TS ശരത് എന്നിവർ ക്ലാസുകൾ നയിച്ചു. മലേറിയ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ CA ജസ്റ്റിൻ, PV ലിസ്റ്റൻ, CV അരുൺ, ശരത് ലൂവിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാവക്കടവ് മുനക്കക്കടവ് അഴിമുഖത്ത് അനധികൃത മണലെടുപ്പിന് നീക്കമെന്ന ആക്ഷേപം. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. കടപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡ് അഴിമുഖം ചേറ്റുവ പുഴയുടെ തീരത്തിനോട് ചേർന്നാണ് അനധികൃതമായി സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിൽ മണലെടുക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതായി ആക്ഷേപം ഉയരുന്നത്. ഈ പ്രദേശത്തു നിന്നും മണലെടുത്താൽ പുഴയുടെ തീരം ഇടിയുകയും ഉപ്പുവെള്ളം കയറുകയും ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്.
ഇതിനു മുമ്പും മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലെടുക്കുവാനുള്ള നീക്കത്തിനെതിരെ ജില്ലാ കളക്ടറെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണലെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് വീണ്ടും മണലെടുക്കാനായി ബോട്ടുകളും യന്ത്രസാമഗ്രികളും എത്തിച്ചത്. മണലെടുക്കുന്ന പക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ചാവക്കാട് നഗരസഭയിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി വാങ്ങിയ മൊബൈൽ ദ്രവ്യമാലിന്യ സംസ്കരണ പ്ലാന്റ് വാഹനത്തിന്റെ സേവന നിരക്കുകൾ നിശ്ചയിച്ചു. കൗൺസിൽ യോഗത്തിലാണ് പുതിയ നിരക്കുകൾക്ക് അംഗീകാരം നൽകിയത്. നഗരസഭ പരിധിക്കുള്ളിലെ വീടുകൾക്ക് 6000 രൂപയും പുറത്തുള്ളവർക്ക് 7500 രൂപയുമാണ് സേവന നിരക്ക്. ഹോട്ടലുകൾക്കും ലോഡ്ജുകൾക്കും 8000 ലിറ്റർ വരെ, നഗരപരിധിക്കുള്ളിൽ 8000 രൂപയും നഗരപരിധിക്ക് പുറത്ത് 10000 രൂപയും ഈടാക്കും. ഫ്ളാറ്റുകൾക്ക് നഗരപരിധിക്കുള്ളിൽ 15000 ലിറ്റർ വരെ 20000 രൂപയും പുറത്തുള്ളവർക്ക് 25000 രൂപയുമാണ് നിരക്ക്. BPL ഗുണഭോക്താക്കൾക്ക് 10% ഇളവും അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ വീടുകൾക്ക് ആദ്യത്തെ 6 മാസം 5000 രൂപ നിരക്കിൽ ലഭിക്കും. നഗരത്തിലെ സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിനായുള്ള പുതിയ പദ്ധതിയാണ് ഈ മൊബൈൽ FSTP വാഹനം. കുറഞ്ഞ ചെലവിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി സെപ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാനുള്ള സൗകര്യം ഇതിലൂടെ ലഭ്യമാകും. കഥകളി മതലാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, MC ഐജു, KB ബബിത, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രതിനിധി ഇബ്രാഹിം പഴവൂർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ്, നെല്ലുവായ് വായനശാല പ്രസിഡന്റ് TK ശിവൻ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NB ബിജു, വാദ്യ കലാകാരന്മാരായ നെല്ലുവായ് ശശി, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, പുന്നയ്ക്കൽ നാരായണൻ, ഹരി വരവൂർ, പെരുവനം ഹരി, ക്ഷേത്ര ഉപദേശക സമിതി മുൻ സെക്രട്ടറി NK ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി അഷ്ടപതി സെമിനാർ നടത്തി. ശ്രീവത്സം അനക്സിലെ കൃഷ്ണഗിരി ഹാളിൽ നടന്ന സെമിനാർ ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ സോപാന സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. കോഴിക്കോട് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ മേധാവിയും ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ P. നാരായണൻ നമ്പൂതിരി ഗീതാ ഗോവിന്ദം ഒരു കാവ്യാനുശീലനം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. സെമിനാറിൽ ക്ഷേത്രം കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര മോഡറേറ്ററായി. ബ്രഹ്മകുളത്തെ 80-കാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 ആഴ്ച മുൻപ് കാണാതായ ബ്രഹ്മകുളം രായമ്മരക്കാർ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ ജഡമാണ് ശനിയാഴ്ച രാവിലെ ആൽമാവ് സ്റ്റോപ്പിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. രാവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. തുടർന്ന് സമീപത്ത് കാണാതായ വ്യക്തികളെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം അബ്ദുറഹ്മാന്റേതാണെന്ന് സ്ഥിരീകരിച്ചത്. വേലൂർ RMLP സ്കൂളിൽ നടത്തിയ വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളും വരുന്ന അധ്യയന വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനവും നടന്നു. സ്കൂളിൽ നടന്ന പ്രകാശന ചടങ്ങ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി നിർവഹിച്ചു. തനിമയും പെരുമയും എന്ന പേരിൽ തയ്യാറാക്കിയ പത്രികയുടെ പ്രകാശനം ചടങ്ങിൽ നടന്നു. PTA പ്രസിഡന്റ് ആൻസി സിജോ അധ്യക്ഷത വഹിച്ചു. പത്രികയുടെ ആദ്യ പ്രതി TR ശോഭി ആൻസി സിജോയ്ക്ക് കൈമാറി. വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ, വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മാതൃസംഘം പ്രസിഡന്റ് ഷാരി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ CJ ജിജു സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് EL ലാലി ടീച്ചർ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്ത് രാമപുരം വാർഡിലെ 36 നമ്പർ അംഗൻവാടി വർക്കർ CK സുശീലയ്ക്ക് യാത്രയപ്പും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നടന്നു. രാമപുരം ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനവും ആദരിക്കൽ ചടങ്ങും പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർമാർ, ICDS സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പറും സംഘാടക സമിതി ചെയർമാനുമായ MS മണികണ്ഠൻ സ്വാഗതവും കൺവീനർ ഗീതാ ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗനവാടിയിൽ നിന്ന് വിരമിക്കുന്ന CK സുശീലയ്ക്ക് യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KM ഗഫൂർ ഹാജി,
മുൻ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി.കെ. ശശി, സുമ ജോബ്, ടി.സി. ചെറിയാൻ, സുഹറ ഉമ്മർ, സ്മിത ഷാജി, സി.കെ. സദാനന്ദൻ മാസ്റ്റർ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ പൊന്നാടി അണിയിച്ചും പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉപഹാരം നൽകിയും ആദരിച്ചു. 27 വർഷത്തിനു ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി വർക്കർ സുശീലയും ആദരവേറ്റുവാങ്ങിയ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരും മറുപടി പ്രസംഗം നടത്തി. കായികമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഏപ്രിൽ 30 സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, AA കൃഷ്ണൻ, ശരത് രാമനുണ്ണി, രമാ ബാബു, KK ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, ഹെഡ് ക്ലർക്ക് പ്രേം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വായനശാല പ്രതിനിധികൾ, അധ്യാപകർ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഏപ്രിൽ 30 ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് മറ്റം സെന്റർ വരെ കൂട്ടയോട്ടം നടത്തുവാൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ തോമസ് ലീഹയുടെയും സെബാസ്ത്യാനോസിന്റെയും 95ാമത് സമിറ്റ് തിരുനാൾ ആഘോഷം ആരംഭിച്ചു. ഏപ്രിൽ 25 മുതൽ 28 വരെയുള്ള തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണത്തിന്റെ ഭാഗമായി ലഘൂകരിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് പ്രസുതേന്തി വാഴ്ച, കൂടുതുറക്കൽ ശുശ്രൂഷ, പള്ളിച്ചുറ്റി പ്രദക്ഷിണവും ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, തുടർന്ന് അമ്പുവള വെഞ്ചരിപ്പ്, വീടുകളിലേക്ക് നടന്ന അമ്പുവള എഴുന്നള്ളിപ്പുകൾ രാത്രി 8 മണിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കുർബാന, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, ഉച്ചതിരിഞ്ഞ് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവ നടക്കും. തിങ്കളാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ടാകും. ദുഃഖാചരണത്തിന്റെ ഭാഗമായി പ്രദക്ഷിണങ്ങളിലെ വാദ്യഘോഷങ്ങൾ ഒഴിവാക്കി. വെള്ളിയാഴ്ച നടത്താനിരുന്ന NRI യൂത്ത് വിങ്ങിന്റെ ഗാനമേള മെയ് 1 തീയതിയിലേക്ക് മാറ്റി. ശനിയാഴ്ചത്തെ മെഗാ ബാൻഡ് മേളം ഒഴിവാക്കി. ഞായറാഴ്ച നടത്താനിരുന്ന KCYMന്റെ തേര് ഘോഷയാത്ര, വർണ്ണമഴ എന്നിവയും മാറ്റിവെച്ചു. തിങ്കളാഴ്ച വൈകിട്ട് നടത്താനിരുന്ന ഖത്തർ പ്രവാസികളുടെ ഗാനമേള മെയ് 2 വൈകിട്ട് നടത്തുവാൻ തീരുമാനിച്ചു. 8ാം ഇടം തിരുനാളിന് നാടകമുണ്ടാകും. വികാരി ഫാദർ ഡേവിസ് പനങ്കുളം, തിരുനാൾ ജനറൽ കൺവീനർ റോബിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ യേശുദാസ്, സിജോ, ജോയ് മാസ്റ്റർ, AN ജോർജ് എന്നിവരും മറ്റ് കൺവീനർമാരും തിരുനാളിന് നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ ആരംഭിച്ചു. ഈസ്റ്റർ പാതിരാ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരനാണ് തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചത്. ഏപ്രിൽ 21 മുതൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ശുശ്രൂഷകൾ നടന്നുവരുന്നുണ്ട്. ശനിയാഴ്ച രൂപക്കൂട് എഴുന്നള്ളിപ്പും പ്രസുതേന്തി വാഴ്ചയും നടന്നു. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഊട്ടും വൈകിട്ട് അമ്പ് വള സമാപനവും ഉണ്ടാകും. തിരുനാളിന് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പള്ളി, തിരുനാൾ കൺവീനർ ചാർലി ചിരിയങ്കണ്ടത്ത്, വിവിധ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ പുതുഞായർ തിരുനാളിന്റെ ഭാഗമായി തിരുനാൾ കമ്മിറ്റി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നിർവഹിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിന്റെ ചരിത്രം, മുത്തപ്പന്റെ അത്ഭുതങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയതാണ് ഡോക്യുമെന്ററി. ഇടവകയിലെ അംഗമായ സ്വപ്ന പോളിയാണ് സംവിധാനം നിർവഹിച്ചത്. ഇടവകയിൽ വിവിധ പ്രായക്കാർ വിവിധ വേഷങ്ങൾ അവതരിപ്പിച്ചു. തിരുനാൾ കമ്മിറ്റി കൺവീനർ ചാർലി ചിരിയങ്കണ്ടത്ത്, മീഡിയ കൺവീനർ അമൽ ഇഗ്നേഷ്യസ്, കിരൺ ജോർജ്, ഷാബു ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ചെമ്മണ്ണൂർ പീറ്റർ, വാഴപ്പള്ളി വർഗീസ്, പുലിക്കോട്ടിൽ റാഫി എന്നിവർ നേതൃത്വം നൽകി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മരിയൻ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന മരിയൻ കൺവെൻഷൻ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഇടവകാംഗമായ ഫാദർ സൂരജ് കാക്കശ്ശേരി, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽജീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 5 മണിക്ക് നടന്ന ദിവ്യബലിയെ തുടർന്ന് നടന്ന മരിയൻ കൺവെൻഷനിൽ ഫാദർ സിൻഡോ പുന്തേക്കൻ വചന പ്രഘോഷണം നടത്തി. ശനിയാഴ്ച ഫാദർ റോയ് വേളക്കൊമ്പിൽ, ഞായറാഴ്ച ബ്രദർ സന്തോഷ് കരിമാത്ര എന്നിവർ നേതൃത്വം നൽകും. കൺവെൻഷന് കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ ജോഷി MJ, ജോയിന്റ് ജനറൽ കൺവീനർ ആൽബർട്ട് ജോസഫ്,
കൺവെൻഷൻ കമ്മിറ്റി കൺവീനർ CL ആന്റണി, ജോയിന്റ് കൺവീനർ AV ആന്റണി എന്നിവർ നേതൃത്വം നൽകും. മെയ് 3, 4 തീയതികളിലാണ് തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷം. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിർച്വൽ ജോബ് ഫെയറിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ചാവക്കാട് നഗരസഭ. ജോബ് ഫെയറിലൂടെ ജോലി ലഭിച്ച 11 പേരെ ആദരിച്ചു. മെഗാ തൊഴിൽമേളയ്ക്കായി 330-ൽ പരം രജിസ്ട്രേഷൻ ക്യാമ്പുകളും 10ഓളം ഇന്റർവ്യൂ ഓറിയന്റേഷൻ ക്ലാസുകളും മോക്ക് ഇന്റർവ്യൂ പരിശീലനങ്ങളും വിജയകരമായി നഗരസഭ പൂർത്തിയാക്കിയിരുന്നു. മുതൂട്ടൂർ ബാലാമണി സ്മാരക മന്ദിരത്തിലെ ജോബ് സ്റ്റേഷൻ രാപ്പകൽ ഭേദമില്ലാതെ ഉദ്യോഗാർത്ഥികൾക്കായി സജീവമായി പ്രവർത്തിച്ചിരുന്നു. തൊഴിൽമേളയിൽ ചാവക്കാട് നഗരസഭയിൽ നിന്ന് 200-ൽ പരം ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നടന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഗതാഗത സൗകര്യമൊരുക്കി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സന്നദ്ധ വളണ്ടിയർമാർ, ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് അഭിരുചി അനുസരിച്ചുള്ള തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത്. നഗരസഭയിൽ 43 വാർഡുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 300 ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത്. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ LDF സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉജ്ജ്വല വിജയം. 11 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ സഹകരണ മുന്നണി സ്ഥാനാർത്ഥിയായ PI സജിത എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പ്രാഥമിക കാർഷിക സഹകരണ സംഘം മണ്ഡലത്തിലേക്ക് KK ജിനേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് M. മണിശങ്കർ, KN രാമചന്ദ്രൻ, VP വിൻസെന്റ് എന്നിവരെയും, ജീവനക്കാരുടെ മണ്ഡലത്തിൽ പ്രബിൻ UB, മറ്റ് സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെ മണ്ഡലത്തിലേക്ക് T. ശ്രീകുമാർ വാഗ, വനിതാ മണ്ഡലത്തിൽ ഷീന, SC മണ്ഡലത്തിൽ PS അശോകൻ, ക്ഷീര മത്സ്യ സംഘം മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് PR വാസു എന്നിവരെയാണ് വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്തത്. തുടർന്ന് LDF പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തി. പ്രകടനത്തിന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ, KCEU തൃശൂർ ജില്ലാ സെക്രട്ടറി വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് ലാസ്റസ് പഴയ പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 5:30 വൈശ്വരി മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ നിന്ന് ഭക്തിനിർഭരമായ ഘോഷയാത്ര, തുടർന്ന് 6:30 സന്ധ്യാ നമസ്കാരം, അനുസ്മരണ യോഗം, നേർച്ച സദ്യ എന്നിവ ഉണ്ടാകും. പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയും ഉണ്ടാകും. പരിശുദ്ധനായിരിക്കുന്ന പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 60ാം ഓർമ്മ പെരുന്നാൾ ആ പരിശുദ്ധന്റെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായിരിക്കുന്ന കുന്നംകുളം സെന്റ് ലാസസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ വെച്ച് 2025 ഏപ്രിൽ മാസം 27, 28 ഞായർ തിങ്കൾ തീയതികളിലായിട്ട് ആചരിക്കുകയാണ്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പാമ്പാടി ദേറ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛനും കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠരും കാർമ്മികത്വം വഹിക്കുന്നതാണ്. 27-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30 മണിക്ക് വൈശ്വരിമാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്ന് ഭക്തിനിർഭരമായ ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. അതിനെ തുടർന്ന് സെന്റ് ലാസസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ വെച്ച് സന്ധ്യാ നമസ്കാരവും സ്മാരക ഖബറിൽ ധൂപ്രാർത്ഥനയും ആശീർവാദവും കൈമുത്തും ഉണ്ടായിരിക്കും. ആർത്തഡ് ഡിമൻഷ്യ പകൽ പരിപാലന കേന്ദ്രത്തിലേക്ക് രോഗികളെ കൊണ്ടുവരുവാനും തിരികെ വീടുകളിലേക്ക് എത്തിക്കാനുമായി ടാക്സി പെർമിറ്റുള്ളതും 7 വർഷത്തിൽ കുറവ് പഴക്കമുള്ളതുമായ കവചിത വാഹനം ആവശ്യമുണ്ട്. താൽപ്പര്യമുള്ളവരിൽ നിന്ന് മുദ്രവെച്ച കൊട്ടേഷൻ ക്ഷണിക്കുന്നു. നിശ്ചിത ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 8592 007762, മറ്റൊരു നമ്പർ 0488 22 30 81. നമ്പർ ആവർത്തിക്കുന്നു, 8592 007762 0488 22 30 81. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മെഗാ ജോബ് ഫെയറിന്റെ അഭിമുഖ പരിശീലകൻ അസാപ്പ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ A. അഖിലേഷിനെ ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് ഉപഹാരം സമർപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവ്, സാജിദ സലാം എന്നിവർ സംസാരിച്ചു. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 72ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. ശനിയാഴ്ച കാലത്ത് മഹാനവറുകളുടെ തറവാട്ടുവീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പതാക സക്കരിയ തങ്ങൾ ഏറ്റുവാങ്ങി. അകലാട് ജുമാ മസ്ജിദ് ഖത്തീബ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ച് പ്രാർത്ഥന നടത്തി.
തുടർന്ന് മക്കാം സിയാറത്തോടുകൂടി ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. MIC സ്കൂൾ മാനേജർ കബീർ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. വെളിയങ്കോട് ഷാഹുൽ ഹമീദ് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ആബിദ് ഹുദവി തച്ചണ്ണ മുഖ്യപ്രഭാഷണം നടത്തി. PM മുഹമ്മദ് ഹാജി സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ ദിക്ർ ഹൽക്കയും മൗലീദ് പാരായണവും ഉണ്ടാകും. KV കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകും. CT അബ്ദുൾ റഹ്മാൻ ഹുസൈനി ഉദ്ബോധന പ്രസംഗം നടത്തും. തുടർന്ന് സക്കരിയ ദർവേഷിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം ഫസലുല്ലാ സഅദി ഉദ്ഘാടനം ചെയ്യും. ജാബിർ ഹുദവി സ്വാഗതം പറയുന്ന ചടങ്ങിൽ അബ്ദുൾ വഹാബ് നയിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. സമാപന ദുആ സമ്മേളനത്തിന് സയ്യിദ് ഫസൽ നയിമി അൽ ജിഫ്രി വടക്കൂട്ട് നേതൃത്വം നൽകും. തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടത്തുന്ന തബറൂക്ക് ഭക്ഷണ വിതരണത്തോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിന് സമാപനമാകും. അകലാട് ദർവേസ് തങ്ങൾ മഖാം ആണ്ട് നേർച്ചയാഘോഷ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകും. ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് പന്നിത്തടം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇയാൽ മരത്തങ്കോട് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു. CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബാലസംഘം പന്നിത്തടം കോർഡിനേറ്റർ അബ്ദുൾ റഹീം, മേഖലാ കൺവീനർ V ശങ്കരനാരായണൻ, ബ്ലോക്ക് മെമ്പർ KK മണി, വാർഡ് മെമ്പർമാരായ MK ശശിധരൻ, KR സിമി, ടെസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് ബാലസംഘം മേഖലാ കമ്മിറ്റി അംഗം സജിത പ്രതാപൻ നന്ദി പറഞ്ഞു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ പഴഞ്ഞി യൂണിറ്റിന്റെ സമ്മേളനം പഴഞ്ഞി വായനശാല ഹാളിൽ നടന്നു. നന്മ കുന്നംകുളം മേഖലാ സെക്രട്ടറി TS വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. നന്മ പഴഞ്ഞി യൂണിറ്റ് പ്രസിഡന്റ് MT പോൾസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതീയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റിലെ കലാപ്രതിഭകളായ CS അബു, കല്യാണിക്കുട്ടി ടീച്ചർ, സുബ്രഹ്മണ്യൻ വടക്കൂട്ട് എന്നിവരെ നന്മ കുന്നംകുളം മേഖലാ സെക്രട്ടറി TS വേലായുധൻ, പ്രസിഡന്റ് CK രവി എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം ആശ ചാക്കോച്ചൻ, പഴഞ്ഞി യൂണിറ്റ് ട്രഷറർ രവി മാസ്റ്റർ, അംഗങ്ങളായ ശശിധരൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. യാത്രക്കാർക്കായി കരുതലിന്റെ വരവരച്ച് കല്ലുംപുറത്തെ ഓട്ടോതൊഴിലാളികൾ. കല്ലുംപുറം സെന്ററിലെ ഓട്ടോതൊഴിലാളികളാണ് വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഹമ്പിന്മേൽ സീബ്ര ലൈൻ വരച്ച് മാതൃകയായത്. കഴിഞ്ഞ മാസം റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഹമ്പ് നിർമ്മിച്ചത്. സുരക്ഷാ അടയാളങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റുവാൻ ഇടയാക്കിയിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വ്യാഴാഴ്ച രാത്രി മുഹമ്മദ്, സുബൈർ, ബിജു, മോഹനൻ, ജോഷി, അപ്പു, രാജേഷ്, കുഞ്ഞുമോൻ തുടങ്ങിയവർ ചേർന്ന് സീബ്ര ലൈൻ വരച്ചത്. ഈ കൂട്ടായ്മ ഓരോ ദിവസവും ചെറിയ തുകകൾ മാറ്റിവെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം വിളംബര റാലി നടത്തി. CATU കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവിൽ നിന്ന് തുടങ്ങിയ ജാഥ CATU ഏരിയ സെക്രട്ടറി M മുരളീധരൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അക്കിക്കാവ് ചുറ്റി പെരുമ്പിലാവിൽ സമാപിച്ചു. തുടർന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KB ജയൻ, MN മുരളീധരൻ, കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ, മുഹമ്മദ് ഹാഷിം, MK മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ രാവിലെ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സിബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ ഫാദർ സിബി ചിറ്റാട്ടുകര അധ്യക്ഷനായി. PI ലാസർ അനുശോചന സന്ദേശം നൽകി. ദേവാലയത്തിന് മുൻപിൽ പ്രത്യേകം ഒരുക്കിയ സ്മൃതി മണ്ഡപത്തിൽ കെടാവിളക്ക് സ്ഥാപിച്ചു. പള്ളി ട്രസ്റ്റിമാരായ ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ജിഷോ S പുത്തൂർ, ജെറോമി ജോസ് എന്നിവർ സംസാരിച്ചു. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവും കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലിയുമായി രാജ്യം. വിവിധങ്ങളിൽ അനുശോചന ചടങ്ങുകൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കാശ്മീരിലെ ഭീകരവാദത്തിൽ പ്രതിഷേധിച്ച് ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFI തിരുവത്ര മേഖലാ കമ്മിറ്റി കോട്ടപ്പുറത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. DYFI ബ്ലോക്ക് ട്രഷറർ TM ഷഫീഖ്, മേഖലാ സെക്രട്ടറി ജാബിർ KU, ട്രഷറർ ബിനോഫ് KM, റുസി ഖാൻ, സഫ്ദർ ഹാഷ്മി എന്നിവർ സംസാരിച്ചു. കാശ്മീർ പഹൽഗാമിൽ തീവ്രവാദികൾ കൊലപ്പെടുത്തിയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മെഴുകുതിരി കത്തിച്ച് തീവ്രവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പുന്നൂർ മണ്ഡലം
കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. സഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് KK ഷിബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണികണ്ഠൻ നന്ദി പറഞ്ഞു. കോൺഗ്രസ് വടക്കേക്കാട് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രണാമമർപ്പിച്ചും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തും തിരിതെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തി. മൂക്കിലപീടിക സെന്ററിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, മറ്റു ഭാരവാഹികളായ അഷ്റഫ് തറയിൽ, തെക്കുമുറി കുഞ്ഞു മുഹമ്മദ്, സലീൽ അറക്കൽ, അജ്മൽ വൈലത്തൂർ, അഷ്കർ അറക്കൽ, ഉമ്മർ, ഷക്കീർ അണ്ടിക്കോട്ടിൽ, ബാബു തലക്കോട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വെള്ളർക്കാട് പള്ളി ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ എക്സിക്യൂട്ടീവ് അംഗം KR രാധിക അധ്യക്ഷയായി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ NS സത്യൻ, KM അക്ബർ അലി, EK മിനി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് പ്രീതി രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൗക്കത്ത് കടങ്ങോട്, നാരായണൻ കോടനാട്, KA ഫരീദ് അലി എന്നിവർ നേതൃത്വം നൽകി. DYFA കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ജ്വാല സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച ഭീകരവിരുദ്ധ ജ്വാല DYFA കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. മുൻ മേഖലാ സെക്രട്ടറി PS സന്ദീപ്, ട്രഷറർ VA നിസാം എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PA അജാസ്, സനൽ മഴുവഞ്ചേരി, മുത്തു തലക്കോട്ടുകര എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് വെള്ളാട്ടഞ്ഞൂർ ലക്ഷം വീട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലമാണ് വെള്ളാട്ടഞ്ഞൂർ. 2-3 വാർഡുകളിലേക്കും ഇവിടെ നിന്ന് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ CF ജോയ്, RRT അംഗം KV പ്രദീപ്, കുടിവെള്ള സമിതി പ്രസിഡന്റ് MC മത്തായിക്കുട്ടി, പൊതുപ്രവർത്തകർ TP അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി കുട്ടികൾക്കായി അവധിക്കാല യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചീരംകുളം ക്ഷേത്രത്തിന് സമീപം ദേശാഭിമാനി വായനശാല ഹാളിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. CDS മെമ്പർ പ്രിയങ്ക ജിജുമോൻ സ്വാഗതവും ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യ ബാബുരാജ് നന്ദിയും പറഞ്ഞു. യോഗ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. വൈലത്തൂർ മദിനുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിൽ നവാഗത വിദ്യാർത്ഥികൾക്കായി മിഹ്റാജാനുൽ ബിദായ പ്രവേശനോത്സവവും രക്ഷാകർതൃ സംഗമവും നടന്നു. സമസ്ത കേരള ജമുഅത്തുൽ ഉലമ തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ ഉസ്താദ് സുലൈമാൻ അൻവരി വിദ്യാരംഭം നിർവഹിച്ചു. വൈലത്തൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷാഫി അൽ ഹൈദമി മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ സദർ മുവല്ലിം സുഹൈൽ ഫൈസി വിദ്യാഭ്യാസ നിർവഹണത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംസാരിച്ചു. ഉമ്മർ ചേപ്പുള്ളിയിൽ, AM മുഹമ്മദ്, സാദിഖ് മുസ്ലിയാർ, യൂസഫ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹല്ല് ജനറൽ സെക്രട്ടറി അബ്ദുൽ കലാം സ്വാഗതവും മദ്രസ സെക്രട്ടറി ജലീൽ വെട്ടിശ്ശേരി നന്ദിയും പറഞ്ഞു. KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തീർത്ഥകേന്ദ്ര മാർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അനുസ്മരണ പ്രഭാഷണവും പുഷ്പാർച്ചനയും നടത്തി. പ്രസിഡന്റ് ഇൻചാർജ് ഫിജോ KP അധ്യക്ഷത വഹിച്ചു. ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ, ഷെറിൻ റൊണാൾഡ് എന്നിവർ സംസാരിച്ചു. റൊണാൾഡ് ആന്റണി, സൈജോ സൈമൺ, ജോയൽ ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി ഇടവക ദേവാലയത്തിലെ സീനിയർ CLCയുടെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണ സായാഹ്നം നടത്തി. ദേവാലയത്തിന്റെ വടക്കേ പടിയിലുള്ള യൗസേ പിതാവിന്റെ കപ്പേളയ്ക്കരികിൽ ജപമാല, തുടർന്ന് അനുസ്മരണം, മാർപ്പാപ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന എന്നിവ നടന്നു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ KP പോളി, സെബി താണിക്കൽ, ബാബു VK, ഡേവിസ് CK എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി. സീനിയർ CLC അംഗങ്ങളായ MD ബാബു, VF ജാക്സൺ, ബിജു അന്തിക്കാട്ട്, റീന ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സോറിയാനി പള്ളിക്ക് കീഴിൽ MPPM സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ജേക്കബറ്റ് സിറിയൻ വെക്കേഷണൽ ബൈബിൾ സ്കൂൾ വർണ്ണാഭമായ റാലിയോടെ സമാപിച്ചു. ശനിയാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് കുട്ടികളും അധ്യാപകരും ചേർന്ന് അങ്ങാടി ചുറ്റിയുള്ള VBS റാലി നടത്തി.
ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി ഒരാഴ്ച ബൈബിൾ പഠനം, സംഗീതം, അലങ്കാര ദിനം, സ്പോർട്സ് ദിനം, ദാനാർപ്പണം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, കോഴിക്കോട് പ്ലാനറ്റേറിയം, മിഠായി തെരുവ് എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര എന്നിവ നടന്നു. കോഴിക്കോടെത്തിയ VBS അംഗങ്ങളെ മുൻ സൺഡേ സ്കൂൾ അധ്യാപകനായ ഷെവലിയാർ CE ചാക്കുണ്ണി, CC മനോജ്, പള്ളി കമ്മിറ്റി അംഗം MC ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റി സ്വീകരിച്ചു. സമാപന സമ്മേളനം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ അധ്യക്ഷയായി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, അധ്യാപകരായ ലൂസി ചെറിയാൻ, നവോമി കുഞ്ഞുമോൻ, ജോളി സണ്ണി, മോളി വിൽസൺ, ലീഡർമാരായ ആൽബിൻ ആന്റണി, KS ആൻമേരി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും സ്നേഹവിരുന്നുമുണ്ടായി. JSVBSനെ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, HM ഷീന മിൽട്ടൺ, സ്റ്റാഫ് സെക്രട്ടറി ജിനു വിനു, അധ്യാപകരായ ലെന്ന സജി, ജിനു നോബി, ഹന്ന കൊള്ളന്നൂർ എന്നിവരും മറ്റധ്യാപകരും നേതൃത്വം നൽകി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമസ്ത കേരള ജമുഅത്തുൽ ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റി ഏപ്രിൽ 29 ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടവലൂർ വടക്കുമുറി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയെടുത്തു. മഹല്ല ഖത്തീബ് KK സുലൈമാൻ ദാരിമി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല കമ്മിറ്റി ഭാരവാഹികളും മഹല്ല നിവാസികളും പങ്കെടുത്തു. ഖത്തീബുമാർ ജുമാ പ്രഭാഷണത്തിൽ ബോധവൽക്കരണവും നടത്തി. ബാലസംഘം വേനൽ തുമ്പി വടക്കാഞ്ചേരി ഏരിയ കലാജാഥ പര്യടനത്തിന് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി, നേതാക്കളായ KM അഷ്റഫ്, PC അബാൽമണി, കുഞ്ഞുമോൻ കരിയന്നൂർ, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. സ്വപ്ന പ്രദീപ്, സുമന സുഗതൻ, സിന്ധു കൃഷ്ണൻ, PT ദേവസി, PT ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഏപ്രിൽ 25 ആരംഭിച്ച കലാജാഥ 29 അമ്പലപുരത്ത് സമാപിക്കും. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഹൗസ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും മുൻ ഫിഫ അമ്പയറുമായ ഷാജി കുര്യൻ സന്ദർശിച്ചു. ക്ലബ് രക്ഷാധികാരി PS വിനു, ആദ്യകാല കളിക്കാരൻ തമ്പി അരിമ്പൂർ, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. GCC അക്കാദമി പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞ ഷാജി കുര്യൻ അക്കാദമി അംഗങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും നൽകി. സന്ദർശന ബുക്കിൽ കയ്യൊപ്പും ചാർത്തിയാണ് മടങ്ങിയത്. കുന്നംകുളം പിസാറ്റ് കോളേജിൽ ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ക്ലിനിക്കിന്റെ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പിസാറ്റിന് വേണ്ടി പ്രിൻസിപ്പൽ ലീന സുനിലും ക്ലിനിക്കിന് വേണ്ടി സുജിത്തും ആശംസകൾ നേർന്നു. തുടർന്ന് കോളേജിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും നേത്ര പരിശോധന നടത്തി. ക്യാമ്പിന് ഡോക്ടർ റാണി മേനോൻ ഐ ക്ലിനിക്കിലെ സ്റ്റാഫ് അംഗങ്ങൾ നേതൃത്വം നൽകി. പരിശോധന രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ, കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം എന്നല്ല, കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ കണ്ണില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വില അറിയാമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടേതായ കാഴ്ചശക്തിയെക്കുറിച്ചും അതിൻ്റേതായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് മുൻകൂട്ടി കാണാനും അതിനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ക്ലിനിക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,005 രൂപ, സ്വർണം പവന് 72,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചർമ്മം കുന്നംകുളം നഗരസഭ അഞ്ഞൂർകുന്ന് വാർഡ് കൗൺസിലർ പുഷ്പ മുരളിയുടെ ഭർത്താവ് പാലക്കപ്പറമ്പിൽ മുരളി നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. പ്രണവ്, പ്രവീൺ എന്നിവർ മക്കളാണ്. ചൊവ്വനൂർ എട്ടംപുറം മേക്കാട്ടുകുളങ്ങര MV സക്കരിയ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ജനകീയനായ മഹായിടയന് യാത്രാമൊഴിയേകി ലോകം. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ പാപ്പായ്ക്ക് അന്ത്യവിശ്രമം. പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കണ്ണുനീരോടെയും ആദരവോടെയും വിട നൽകി ലോകം. ചാവക്കാട് മുനക്കക്കടവ് അഴിമുഖത്ത് അനധികൃത മണലെടുപ്പിന് നീക്കമെന്ന ആക്ഷേപം.
മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. സെക്രട്ടറിയുടെ വ്യാജ ഒപ്പിട്ട് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാൻ ധൈര്യം കാണിച്ച പ്രസിഡന്റ് നാളെ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം വിറ്റ് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ആരും അതിശയിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറുൺ റഷീദ്. UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം സമാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം. വെള്ളിത്തിരുത്തി മരത്തങ്കോട് പള്ളിമുറ്റത്ത് വീട്ടിൽ PA ക്ലീറ്റസിന്റെ 9ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.